അജ്രക്കിലെ ഡിസൈൻ മാറിയാലും അതേ പ്രിൻറ്റുകളും കളറുകളും തന്നെയാണ് വരുന്നത്. പ്രിൻറ്റുകളിൽ മാത്രമാണ് കുറച്ച് മാറ്റമുള്ളത്. കോട്ടൻ്റെ തുണികളുണ്ടോ, കോട്ടനിൽ മുക്കാൽ സ്ലീവ് കിട്ടുന്ന ഫുൾ സ്ലീവ് കിട്ടുന്ന 320 ക്ലോത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരൊക്കെ വേഗം ഓടിച്ചാടി വരിക. 180 പീസുകളാണ് ആകെ ഉള്ളത്. വേണമെന്നുള്ളൊരു വേഗം മെസ്സേജ് അയക്കുക. ഇതെല്ലാം 320 പീസുകളാണ്. ഇതിൽ 180 പീസുകളുള്ളൂ. ബാക്കി ഇതിൽ കുറച്ച് പേര് എടുത്തു വെച്ചത് ഞാൻ മാറ്റി വെക്കാനുണ്ട്. 320 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് 60 സൈസ് മെറ്റീരിയലാണ്. 60 സൈസ് കൊണ്ട് നമുക്ക് 56 വേണ്ടവർക്ക് ഫുൾ സ്ലീവ് അടിക്കുക. ഇനി ഒരു 58-60 ഇഞ്ചൊക്കെ നീളമുള്ളവർക്ക് നല്ല നമ്മളെ ഈ പറയുന്ന തൊട്ടികൾ കയറിയില്ല, കുറച്ച് നീളമുള്ള ആ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നല്ല കോട്ടൻ്റെ ഭാരത് യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയലാണ്. ഇത് ഈ പ്രിൻറ്റ് കളറും ഒന്നും പോകില്ല. കുറച്ച് ഇത് പറയുകയാണെങ്കിൽ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ആയാലും പെട്ടെന്ന് അറിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇനി വലിയൊരുനാളൊക്കെ വരുന്നത് അജ്രക്കിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. ഇത് ശനിയാഴ്ച എടുത്തതാണ്. ശനിയാഴ്ച അജ്രക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അജ്രക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ടില്ല. വൈകുന്നേരത്തോളൊക്കെ മെറ്റീരിയൽ കിട്ടുള്ളൂ. അപ്പോൾ അത് വേണ്ടവർക്ക് രാത്രി മെസ്സേജ് അയക്കാം. അതിൻ്റെ വീഡിയോസ് നാളെ അപ്ലോഡ് ചെയ്യാം. ഇത് വേണ്ടവർക്ക് ഇതിൻ്റെ ഈ നമ്പറിലെ 92-078-15-225 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ദയവ് ചെയ്തിട്ട് നിങ്ങൾ വിളിക്കല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോസ് ഇടാതിരുന്നപ്പോൾ സന്തോഷമായി. എന്തായാലും നമ്മളെക്കുറിച്ച് ആലോചിക്കാനും ചോദിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളെന്താ ഇതിൻ്റെ വീഡിയോ ഇടയിൽ നിർത്തി, കുറച്ച് വർക്കും ഇതൊക്കെ കിട്ടിയിരിക്കണ്, എന്താണ് വെറും തെണ്ടി നടക്കലായിക്കണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വിളിച്ചത് സന്തോഷമൊക്കെ എന്താ പറയുക, നമ്മളെ കുടുംബത്തിലുള്ളവരൊക്കെ എന്താ പറയുക, ഓളൊരു യൂട്യൂബ് വരുത്തി, ഓളൊരു അങ്ങനത്തെ പിന്നെ മാക്സി ബിസിനസ് തന്നെ ഒരു എന്താ പറയുക ഒരു താഴ്ന്നതാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തിൽ. എൻ്റെ ഒരു ചാനൽ അതൊക്കെ ആര് കാണാനാന്ന് ചോദിച്ച് പുച്ഛിക്കണ അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാവരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തറവാട്ടിലൊരു പരിപാടിൻ്റെ ഇടയിലാണ് എനിക്കൊരു താത്ത വിളിച്ചത്. നമ്മളെ ജസീല താത്ത വണ്ടൂരിൽ നിന്ന്. ഒരുപാട് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ നമ്പറായപ്പോഴേ വിളിച്ചപ്പോൾ എൻ്റെ ഒരു കസിന് അത് ലൗഡ് സ്പീക്കറിലിട്ട് ആരപ്പോൾ നമ്പർ വിളിക്കണം, എൻ്റെ കൂടെ നിന്നപ്പോൾ സംസാരിക്കാൻ ടൈം ഉണ്ടാവില്ല, ഒന്നിനും നോക്ക് നേരമില്ല, വെറും ബിസിനസ്സും ഇതാണെന്ന് പറയണേ. കിടകിട നമ്പർ ഫോളോ വന്നപ്പോൾ ഇത് പറഞ്ഞിട്ട് ഓള് ലൗഡ് സ്പീക്കറിലിട്ട്. അപ്പോൾ എന്താ ഇപ്പോൾ സുർമിയെ നമ്പർ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടണില്ലേ, ഇനി ഇരുത്തിയില്ലെങ്കിലും ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ആദ്യത്തെ ഈ ശീലകളിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എൻ്റെ വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഇപ്പോൾ പൈസ കിട്ടിയതുണ്ട്, അപ്പോൾ തെണ്ടൽ മാത്രം ആക്കിക്കാന്നൊക്കെ നമ്മളെ സ്വന്തം ആരോ ആദ്യത്താത്ത എപ്പോൾ വിളിച്ചാലും എനിക്ക് നല്ല സന്തോഷമാണ്. വിളിക്കൽ നിങ്ങളെല്ലാവരും അങ്ങനെ വിളിക്കണം എന്ന് പറയല്ലോ. പക്ഷെ എന്നാലും എന്നെങ്ങനെ എല്ലാം കൂടെ ട്രോളി കൊല്ലേനി, അല്ലെങ്കിൽ ഇങ്ങനെ വെറുപ്പിച്ചിട്ട് എൻ്റെ വീഡിയോ ആര് കാണാൻ, ഈ മാക്സി എന്നുള്ളതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് കുറച്ച് ട്രിപ്പ് അടിക്കേണ്ടി അങ്ങനത്തെ കണ്ടൻറ്റുകൾ മാത്രം ഇട്ട് നോക്കാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ആൾ വിളിച്ചിട്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെ എന്താ പറയുക ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഫീലായി. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ എതിരാളികളുണ്ടായി നമ്മളെ കുടുംബത്തിൽ തന്നെ ആവും. എന്നു വെച്ചാൽ എൻ്റെ കൂടെ ഉള്ള ഓലെല്ലാവരും എതിരാളികൾ എന്നല്ല, നമ്മളെ കളിയാക്കാൻ കൂടുതൽ പേരുണ്ടായാലും അങ്ങനത്തെ ഒരു സീറ്റിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഓലടിയിൽ നിന്ന് തന്നെ ഈ താത്ത വിളിച്ചപ്പോൾ ഞാൻ എന്നിട്ട് ജസീല താത്താണ് പറഞ്ഞു ചെയ്ത്. ഇവർ പറയണ്ട അത് പറഞ്ഞ് വിളിപ്പിച്ചാണെന്ന് പറഞ്ഞ് ഓല് കളിയാക്കി. എന്നാലും എന്താ പറയുക അങ്ങനെ കുറേ, അതുപോലെ നുസൈബ ചെറുപ്പുളശ്ശേരിയുള്ള നുസൈബ, അങ്ങനെ കുറേ പേര് എന്താ പറയുക പേര് മുഴുവൻ ഞാൻ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞില്ല എന്ന് പറയരുത്. നമ്മളെ മേരി ചേച്ചി എപ്പോൾ വീഡിയോ ഇട്ടാലും കമൻ്റ് ഇടുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഏത് വീഡിയോ ഇട്ടാലും കാണുമ്പോൾ അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആദ്യം എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് പറയാം. ഇപ്പോൾ ഈ അടുത്ത് 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ തിരക്കിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ അത് എൻ്റെ വോയിസ് കൊടുത്തതിൽ എന്തൊക്കെയോ പാകപ്പയവുകൾ വന്നിട്ട് 2-3 വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ പുറത്തുനിന്നുള്ള വോയിസുകൾ. ഒന്നുമല്ല, ഞാൻ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ എന്തൊക്കെയോ പറയുമ്പോൾ കാക്കുവിനോട് എന്തൊക്കെയോ പറയുന്നത് ഞാൻ അങ്ങോട്ട് പറയണ്ടൊക്കെ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്ത ടൈമിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഫസ്റ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് കാക്കുവാണ്. എന്നിട്ട് കാക്കു പറയാറുണ്ട് അന്ന് കാക്കു എന്തോ തിരക്കിലായിട്ട് വീഡിയോ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഓരോരുത്തർ വിളിച്ച് പറഞ്ഞു ആ വീഡിയോയിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്,
നിങ്ങളെന്താ അത് അറിയാതെ ഇട്ടതാ. ഞാൻ എന്നിട്ട് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇട്ട്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരു സ്നേഹമാണ്. നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ നമ്മളെ കാര്യത്തിലും കൂടി ഒരു എന്താ പറയുക. അപ്പം ഞങ്ങളത് പറഞ്ഞതുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെറുതെ റീലും ഇതും കണ്ടിരിക്കാമെന്നല്ലാതെ ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചെറുതായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളെ ഫോൺ റീചാർജ് ചെയ്യാനെങ്കിലും ഞങ്ങളെ കയ്യിൽ കിട്ടേണ്ട എന്നെ കൊണ്ടല്ലേ. അപ്പോൾ പിന്നെ എനിക്കും ദോഷം വരുത്താൻ ഞങ്ങൾ നോക്കില്ലല്ലോ. എനിക്കും എൻ്റെ ബിസിനസ് ആയിട്ട് അവിടെ ഇരുന്നാൽ മതിയേനല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കണവരും പറയണവരും ഉണ്ട്. നേരെ മറിച്ച് ചിലവർ എനിക്കെൻ്റെ തുണി ചിലവാകാൻ വേണ്ടിയിട്ട് എൻ്റെ ബിസിനസ് ശരിയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞവരുണ്ട്. എൻ്റെ ചാനലിൽ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞോലാന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു രേഷ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന്. അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞ് ഇതുപോലെ തന്നെയാണ്, വീഡിയോത്തെ പോലെ തന്നെയാണല്ലോ സൗണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ? അല്ല, ചിലരുണ്ട് വീഡിയോക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗണ്ടിൽ പറയും, പിന്നെ നേരെ ഓരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ആവില്ല. നിങ്ങൾ അങ്ങനെ അല്ലല്ലേ? ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെയാണോ അങ്ങനെ. എന്നോട് എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ പലരും പറയാറുണ്ട്, എന്താ പറയുക, കുറച്ച് സ്റ്റൈലാക്കിയിട്ട് പറയണം യൂട്യൂബിലൊക്കെ, അതുകൊണ്ട് കാര്യമുള്ളൂ, ഒന്നും കൂടി സെറ്റാക്കരുത്, ഈ നാടൻ സംസാരമായിട്ട് നടക്കരുത്. നമ്മൾ നാടനാക്കാനുമില്ല, നമ്മളെ മലപ്പുറത്തിനെ പറഞ്ഞിട്ട് എന്താ പറയുക, ചിലർ പറയാറുണ്ട് ആ വർത്താനം കേട്ടാൽ അറിയാം മലപ്പുറമാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പറയിപ്പിക്കാനുമില്ല, എന്നാലോ വലിയ സ്റ്റൈലാളി ആയിക്കാണ്ട് സാഹിബിൻ്റെ ഇളാപ്പാൻ്റെ മോളാന്ന് ചോദിക്കാനുമില്ല. നമ്മളെങ്ങനെയാണോ ഇങ്ങനെ ഇന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണോലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ഇത് 320 ഷാൾ മാക്സികളാണ്. ഇത് അതിൽ നിന്ന് സാധനം എടുത്തപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ കിട്ടിയതാണ്. 30 പീസ് ഉണ്ടായിരുന്നു, 20 പീസ് ഒരാൾ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മുമ്പ് വന്നിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇതിൽ നിന്ന് 10 പീസാണുള്ളത്. ഇത് വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയച്ചോളൂ. ഷാൾ മാക്സിയാണ്, ഷാളും മാക്സിയും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇത് കൂടുതൽ ചോദിക്കേണ്ട ആരും, ആകെ ഈ 10 പീസ് തന്നെയുള്ളൂ. 30 ഉണ്ടായിരുന്നു, 20 എണ്ണം ഒരാൾ കുറേ ആയി പറഞ്ഞിട്ടുകൊണ്ടിരുന്നത് കിട്ടണില്ലായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും മറക്കരുത്. താങ്ക്